ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 8 സെൻറ്റ് പ്ലോട്ടിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 28 ലക്ഷം രൂപയ്ക്ക് ഒറ്റ നിലയിലായി നിർമ്മിച്ച അടിപൊളി വീടാണ്. അരീക്കാട് സ്വദേശികളായിട്ടുള്ള ഷിഹാബ് നിഷ ദമ്പതിമാരുടെ വീടാണിത്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ അടിപൊളിയായിട്ടാണ് കേട്ടോ ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഭംഗി കൊടുക്കുന്നത് ഫ്ലാറ്റ് റൂഫ്, ടെക്സ്ചർ പെയിൻറ്റ്, ജിയുടെ ഹാൻഡ് റെയില്, ഷോ വാള്, വിൻഡോസ് എല്ലാത്തിനും പങ്കുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വലിയ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ പോർച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് ബേബി മെറ്റലാണ് വിരിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് പാരപ്പറ്റ ഡിസൈൻ നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പോർച്ചിൻ്റെ വാളിലായിട്ട് റിംഗ് ഡിസൈൻ നൽകിയിട്ടുണ്ട്. 360x330 പോർച്ചിൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം വലുപ്പം വരുന്നുണ്ട്. ഇവിടെ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് പോർച്ച് ടൈലാണ് കേട്ടോ. ഇനി സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പം പില്ലറിലായിട്ട് കൊടുത്തിട്ടുള്ളത് ക്ലാഡിംഗ് ടൈലാണ്. ഈ ഒരു ഭാഗത്ത് 2 പില്ലറാണ് വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പോർച്ച്, അതുകൊണ്ട് 2 പില്ലർ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു എൽ ഷേപ്പിലാണ് സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന 2 സ്റ്റെപ്പുകൾ സിറ്റ് ഔട്ടിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പിൽ വിരിച്ചിട്ടുള്ളത് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് 3 വുഡൻ ചെയർ നൽകിയിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു വാള് ടെക്സ്ചർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് ഒരു ഇൻഡസ്ട്രിയൽ വർക്കാണ്. ഇനി ഇവിടെ മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോർ ആയിട്ടാണ്. വുഡിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഡോറിനോട് ചേർന്ന് തന്നെ ഒരു സിംഗിൾ വിൻഡോയും നൽകിയിട്ടുണ്ട്. നമ്മൾ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നമ്മൾ കയറി വരുമ്പം ഇവിടെ സീലിങ്ങിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് താഴ്ത്തിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് ഡൈനിങ്, ബാക്കി എല്ലാതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കയറി വരുമ്പം കിട്ടുന്ന ഈ ഒരു ലിവിങ് ഏരിയ നോക്കാം. ലിവിങ്ങിന് ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ജിഐയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ താഴ്ത്തിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വുഡൻ ടൈപ്പ് ടൈലാണ്. 345 ഇതിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ഒരു കോർട്ട്യാർഡും നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള ഭംഗിയുള്ള സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ഭാഗത്ത് വിൻഡോസിൽ സീബ്ര ബ്ലൈൻസ് കർട്ടനാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കോർണർ സെറ്റിയും അതിനോട് മാച്ച് ആയിട്ടുള്ളൊരു ടീ ടേബിളും നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിട്ടുള്ള കോർട്ട്യാർഡ് നോക്കാം. അലൂമിനിയം ഫാബ്രിക്കേഷനിൽ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം സേഫ്റ്റി ആയിട്ട് തന്നെയാണ് ഈ ഒരു കോർട്ട്യാർഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നാച്ചുറൽ പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ വരുന്നുണ്ട്. കൂടാതെ പർഗോള ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ജിഐ ഫ്രെയിം നൽകി ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു വാള് ക്ലാഡിംഗ് ടൈൽ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് ഒരു വുഡൻ ഊഞ്ഞാല് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡൈനിങ് ഏരിയ നോക്കാം. ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഗ്ലോസി ടൈപ്പ് ടൈലാണ്. സീലിംഗ് ജിപ്സം ചെയ്തിട്ടുണ്ട്.
510x350 ഇതിൻ്റെ സൈസ് വരുന്നത്. ഈ ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ട് കിച്ചൺ, ഒരു ബെഡ്റൂം, പ്രെയർ റൂം എന്നിവ വന്നിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കായിട്ട് ഒരു ബെഡ്റൂമും നൽകിയിട്ടുണ്ട്. 6 സീറ്റോട് കൂടിയിട്ടുള്ള ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു ഭാഗം വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു ലെങ്തി ആയിട്ടുള്ള വിൻഡോ നൽകിയിട്ടുണ്ട്. ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്. സ്റ്റെയറിൻ്റെ 2 സൈഡിലായിട്ടാണ് കേട്ടോ 2 ബെഡ്റൂംസ് വന്നിട്ടുള്ളത്. ഇനി സ്റ്റെയർ നോക്കാം. സ്റ്റെപ്പ് ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിൽ വിരിച്ചിട്ടുള്ളത് വുഡൻ ടൈപ്പ് ടൈലാണ്. അതുപോലെ ഇവിടെ ഒരു വാളിൽ ചെയ്തിട്ടുള്ളത് ക്ലാഡിംഗ് ടൈലാണ്. ഹാൻഡ് റെയിൽ വന്നിട്ടുള്ളത് ജിഐയിലാണ്. ലെങ്തി ആയിട്ടുള്ള ഹാൻഡ് റെയിലാണ് നൽകിയിട്ടുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താഴെ ഷെൽഫ് വരുന്നുണ്ട്. അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ്. ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വാളിൽ മൊറോക്കൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് വരുന്ന ബെഡ്റൂം നോക്കാം. 360x330 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് നൽകിയിട്ടുള്ളത്. ഹെഡ് വാളിലായിട്ട് 2 സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. സിമ്പിളായിട്ടുള്ള സീലിങ്ങും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത് കേട്ടോ. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് തന്നെയാണ്. ഈ ഒരു ഡിസൈനും ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഇവിടെ ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ്. നൂറ്റി 140 സൈസിൽ വരുന്നൊരു ബാത്റൂമാണ്. അത്യാവശ്യം വലുപ്പം വരുന്നുണ്ട്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പുകൾ 2 ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ടൈൽ കളർ കോമ്പിനേഷൻ നോക്കിക്കോളൂ. വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നോക്കാം. ഇവിടെ പാസേജിലായിട്ട് വുഡൻ ടൈപ്പ് ടൈല് നൽകിയിട്ടുണ്ട്. സെൻറ്റർ പോർഷനിലായിട്ടാണ് പ്രെയർ റൂം ചെയ്തിട്ടുള്ളത്. ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലും ആണ്. 210x140 ഇതിൻ്റെ സൈസ് വരുന്നത്. വെന്റിലേഷന് വേണ്ടിയിട്ടൊരു സിംഗിൾ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. ഖുർആൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു സൗകര്യമാണ് വാളിൽ ചെയ്തിട്ടുള്ളത്. ഇനി കാണാനായിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമാണ്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വീടിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻ്റായി അറിയിക്കാവുന്നതാണ്. 390x330 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കോട്ടും ഒരു ഷെൽഫും വരുന്നുണ്ട്. ഹെഡ് വാളിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റും ഒരു ഫ്രെയിമും ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ് വരുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള വാർഡ്രോബാണ്. അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്കായിട്ടൊരു ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മേക്കപ്പ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഷെൽഫ് വരുന്നുണ്ട്. വാളിലായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. ലെങ്തി ആയിട്ടുള്ളൊരു മിററാണ് നൽകിയിട്ടുള്ളത്. ഇനി ബാത്റൂം നോക്കാം. 170x140
ഇതിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈല് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ സ്റ്റെയർ ഏരിയ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അവിടെ ഒരു ചെറിയ സ്റ്റെയർ റൂം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. ഇനി നമുക്ക് കിച്ചൺ കാണാം. കിച്ചണിൻ്റെ ഡോറ് വുഡിലും ഗ്ലാസ്സിലും ആണ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് ഡിസൈൻ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. $475,300 ഇതിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ ഈ ഒരു കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട്. ഫ്ലോറിൽ മാറ്റ് ഫിനിഷിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത്. ഒരു എസ്തെറ്റിക് ഡിസൈനിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ഫ്രിഡ്ജും അതുപോലെ ടോൾ യൂണിറ്റും നൽകിയിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടോൾ യൂണിറ്റിന് ഗ്ലാസ് ഡോർ നൽകിയിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഫുൾ ബോഡി ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇവിടെ ഈ ഒരു വാളിൽ ചെയ്തിട്ടുള്ളത് മൊറോക്കൻ ടൈപ്പ് ടൈലാണ്. ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്. ഒരു കബോർഡിന്റെ സൗകര്യം കണ്ടോളൂ. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഉഡാനോബ് നൽകിയിട്ടുള്ളത്. വെന്റിലേഷന് വേണ്ടിയിട്ട് ലെങ്തി ആയിട്ടുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റവിന് തൊട്ടടുത്തായിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. അവിടെ 2 ചെയറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്പണിങ്ങിന് പാനൽ കൊടുത്ത് അതിനകത്ത് ലൈറ്റും ഫ്ലവർ ബേസിനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു കിച്ചണിനകത്ത് തന്നെ ഒരു സ്റ്റോർ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോർ റൂമിന് മുകളിലായിട്ട് വലിയൊരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. 210-115 ഇതിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ സ്ലാബ് വാർത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി വർക്ക് ഏരിയ നോക്കാം. ഇത് ഈ ഒരു പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുള്ളതല്ല, സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ വിറകടുപ്പ് നൽകിയിട്ടുള്ളത്. മുകളിൽ ചിമ്മിണി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്കായിട്ട് റാക്ക് കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത്. ഈ ഒരു ഭാഗത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡോറ് നൽകിയിട്ടുണ്ട്. 2 സൈഡിലും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അപ്പർ ക്യാബിനറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. റിബൺ വിൻഡോ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് സ്ലാബ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്കായിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് GTBT ആണ് നൽകിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ കാണാവേ. ഒത്തിരി പേര് ആവശ്യപ്പെടുന്നതാണ്. ഇവിടെയായിട്ടാണ് കിണർ വന്നിട്ടുള്ളത്. കുറഞ്ഞ സ്പേസേ വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഒരു അലക്ക് കല്ലും നൽകിയിട്ടുണ്ട്. അതുപോലെ വലിയ പാത്രങ്ങളും മറ്റും കഴുകാനും യൂസ്ഫുൾ ആണ്. അപ്പം ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.